ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ്. നമുക്കറിയാം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വനെ വാഴുന്ന മാതൃകാ സ്ഥാനമാകണം കേരളം എന്ന് ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കാകട്ടെ ഇന്നത്തെ സുഭാഷിതം. ആലുവ അദ്വൈത ആശ്രമത്തിൽ ശ്രീനാരായണ ഗുരു ഒരു ശിഷ്യനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സമ്പന്നനായ ഒരു വ്യക്തി ഗുരുവിനെ കാണാൻ വന്നു. അയാൾ വളരെ ദുഃഖിതനായിരുന്നു. അയാൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാൻ നല്ല പൈസയുള്ളവനാ, പക്ഷെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എൻ്റെ കുടുംബത്തിലാണെങ്കിലോ എപ്പോഴും വഴക്കാണ്, എനിക്ക് സന്തോഷമേ ലഭിക്കുന്നില്ല. എന്താണ് അങ്ങേക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു പരിഹാരം എന്ന് ചോദിച്ചു. ഗുരു അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സമ്പത്ത് എന്നത് ഒരു വൃക്ഷത്തെ പോലെയാണ് മകനെ. ആ വൃക്ഷത്തിൻ്റെ വേര് ആഴത്തിൽ പോകുമ്പോൾ അത് കൂടുതൽ ശക്തമാകും. പക്ഷേ വൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിൽ പൂക്കൾ വിരിയണം. അതുപോലെയാണ് ജീവിതം. താങ്കൾ സമ്പത്ത് എന്ന പേരിൽ മാത്രം ശ്രദ്ധിച്ചു, അതുപോരാ. ജീവിതത്തിലെ മറ്റു കാര്യങ്ങളും താങ്കൾ ശ്രദ്ധ വയ്ക്കണം. താങ്കളുടെ കുടുംബത്തോടും ചുറ്റുമുള്ള ആളുകളോടും വളരെ സ്നേഹത്തോടെ താങ്കൾ പെരുമാറണം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മാത്രമേ താങ്കൾക്ക് മനസ്സമാധാനം കിട്ടൂ. സമ്പന്നൻ്റെ ചിന്തകളെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു ആ ഉപദേശം. ഒരുപാട് പണം സമ്പാദിച്ചു, പക്ഷേ സമാധാനം കിട്ടുന്നില്ല. സമ്പത്ത് കൊണ്ട് മാത്രം മനുഷ്യന് സന്തോഷം ലഭിക്കില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി. സന്തോഷം ലഭിക്കണമെങ്കിൽ സ്നേഹം, ദയ, സഹാനുഭൂതി തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ ജീവിതത്തിൽ വളർത്തണം. നമ്മൾ സമ്പാദിക്കുന്ന പൈസ സമൂഹത്തിൻ്റെ ഗുണകരമായ കാര്യങ്ങൾ കൂടി വിനിയോഗിക്കാൻ കഴിയണം. കുടുംബത്തോടും സുഹൃത്തുക്കളോടും സ്നേഹത്തോടും അലിവോടും ഒക്കെ പെരുമാറാൻ നമുക്ക് പറ്റണം. നല്ല ബന്ധങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നൽകുക. നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുക. നല്ല ബന്ധങ്ങൾ നമ്മെ ശരിയായ വഴിയിൽ പിടിച്ചു നടത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.